ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗർ തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രത്യേകതയുണ്ട്. എനിക്കൊരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട്. സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് നമ്മുടെ പ്രീ ക്വാർട്ടർ ലെവൽ മത്സരങ്ങളുടെ അവസാന ദിവസം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഇന്നത്തെ എപ്പിസോഡിൽ എലിമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് നമ്മളോടൊപ്പം മുന്നോട്ട് വരിക എന്നുള്ളത്, ആരൊക്കെയാണ് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കൂടെ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. ഇത്രയും ദിവസം നീണ്ടു നടന്ന നമ്മുടെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് അങ്ങനെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിന് കുറച്ച് കടുപ്പം കൂടുതലായിരിക്കും, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്തായാലും എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഓക്കെ, ആര്യ ചേച്ചി, യെസ്, നമ്മുടെ ചങ്സ് ചോയ്സ് എത്തിയിരിക്കുകയാണ്. ചങ്സ് ചോയ്സിൽ പെർഫോം ചെയ്യാനായിട്ട് ഈ റൗണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ വരുന്നത്. നമ്മുടെ റിയാങ്കുട്ടനാണ്. റിയാങ്കുട്ടന്റെ ചങ്സ് ചോയ്സിലുള്ള രണ്ട് റൗണ്ട് കഴിഞ്ഞു. ഇത് ഫൈനൽ റൗണ്ട് ആണ്. മാജിക്കൽ മെലഡീസിൽ പെർഫോം ചെയ്യാനാ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാങ്കുട്ടൻ. എന്തോ ചേച്ചി സുഖാണോടാ? പിന്നെ ഹായ് റിയാൻ കുട്ടാ. ഹായ് മധു സാർ. 100 ഒക്കെ മേടിച്ചിട്ട് എങ്ങനെ തോന്നുന്നു? അതെ, കഴിഞ്ഞ എപ്പിസോഡില് അതെ, നല്ല ഫീലില് പാടിയ പോലെ ഉണ്ട്. എനിക്ക് ഇപ്പോഴും കേക്കാം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്. ഈ എപ്പിസോഡില് ഞാൻ ശ്രമിക്കട്ടെ ഫീലില് പാടാൻ. പിന്നെ എന്തായാലും ഫീല് തന്നെ പാടണം. മാജിക്കൽ മെലഡീസ് അല്ലേ അപ്പൊ? അതെ അതെ അതെ, ഇവിടെ മാജിക് നടക്കുമോ നോക്കാം. അതെ, പാൽപായസം കൊണ്ടുവന്നു ചോദിക്കും റിയാങ്കുട്ട. പാൽപ്പായസം അവന് വലിയ പ്രതീക്ഷയില്ലാന്ന് തോന്നുന്നു. ചോദിക്കണില്ല. പാൽപ്പായസം ഇഷ്ടാണോ? പാൽപ്പായസം അല്ല, ഏതെങ്കിലും ഒരു പായസം കൊണ്ടുവന്നോ മതി. ആണല്ലേ? റിയാങ്കുട്ടാ, ആ, ഞാൻ 2 കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഒന്ന് പൊറോട്ടയും പൊറോട്ടയും ചിക്കനും. അത് അടുത്ത ഒരു പാട്ടിന്റെ പെർഫോമൻസിൽ അങ്കിൾ തരുന്നതാണ്. ആ, ഓക്കെ. ആ. പിന്നെ അടുത്ത പെർഫോമൻസിൽ അമ്പലപ്പുഴയിൽ നിന്ന് ഉണ്ണിക്കണ്ണന്റെ പാൽപ്പായസം അങ്കിൾ ഇവിടെ എത്തിക്കും. അല്ലെങ്കിൽ സാറേ ഒരു കാര്യം ചെയ്യ്, ഇത് രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്നും മതി. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇല്ല, അത് പറ്റൂല. അങ്കിളിന് പ്രോമിസ്, അത് റിയാങ്കുട്ടന് തന്ന പ്രോമിസ് ആണ്, അത് കൃത്യമായിരിക്കണം. അങ്കിൾ അത് ചെയ്തേ പറ്റൂ. അതും 2 സാധനം കേട്ടോ. ഇതില് രണ്ടില് ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞില്ല, ഏതാ വേണ്ട മെയിൻ ആയിട്ട്? പൊറോട്ടയും ചിക്കനും. എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ പാൽപ്പായസം അനിയത്തിക്ക് കൊടുക്കും, പൊറോട്ടയും ചിക്കൻ കറി. അവന് പാൽപായസം വലിയ താല്പര്യമില്ല, അതാണ് നിർബന്ധം പിടിക്കാത്തത്. അത് കുഴപ്പമില്ല, കുറച്ച് കഴിച്ചാൽ മതി. അവിടെ അമ്പലത്തിൽ നിന്നല്ലേ, അപ്പൊ അത് കുറച്ച് കഴിച്ചാൽ പ്രസാദമായിട്ട് പ്രസാദമായിട്ട് കഴിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇന്നത്തെ പ്രസാദം ഏതാണ്? സംഗീതത്തിന്റെ ഇന്ന് ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി എന്ന് പറയുന്ന പാട്ടാ പാടാം. ബ്യൂട്ടിഫുൾ സോങ്, ഉഗ്രം പാട്ട്. രവീന്ദ്ര മാഷിന്റെ പാട്ടല്ലേ? അതെ അതെ അതെ. പിന്നെ മധുസാറ് പറഞ്ഞത് ഞാൻ ഒരു ദിവസം ശ്രദ്ധിച്ചായിരുന്നു. എന്തായിരുന്നു? കേട്ടതാണേ, പ്രമദവനം വീണ്ടും ഇരുഹൃദയം സെയിം ട്യൂണിലാണെന്ന്. സെയിം ട്യൂണല്ല, ഏകദേശം റൂട്ട് വാർമുകിലെ ഈ ചലനാട്ട അല്ലെങ്കിൽ ജോഗ് എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാനി ഇക്വലന്റിലുള്ള ഏകദേശമുള്ള ചലനാട്ട പോലെ അല്ല ജോഗ്. പക്ഷെ ഈ 2 രാഗങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള രവീന്ദ്ര മാസ്റ്ററുടെ ഒത്തിരി പാട്ടുകളുണ്ട്. അതിൽ 1-2 മധു ഇവിടെ പാടിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ റിയാങ്കുട്ടൻ പാടി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പാടാം അല്ലേ? അറിയാം, എനിക്കറിയാം. ആണോ? അത്ര പരിചയമുള്ള പാട്ടാണോ? ആയിരിക്കും. എന്നാ പിന്നെ നോക്കാം. പിന്നെ രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ പാടാനായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ ഓടിയെത്തുന്നത് നേരെ തൃപ്പൂണിത്തുറയിലേക്ക്. അവിടെ ഒരു മധുബാലകൃഷ്ണൻ ഉണ്ട്. മധുബാലകൃഷ്ണനാണ്. വല്ല ആവശ്യമുണ്ടോ? പാട്ടുകളൊക്കെ ഗംഭീരമായിട്ട് എത്ര ഗാനമേളയ്ക്ക് പാടിയിട്ട് എല്ലാവരും അങ്ങോട്ട് തന്നെ ഓടിപ്പോളൂ. പാട്ട് കേൾക്കാം അല്ലേ നമുക്ക്? അപ്പൊ നമ്മുടെ റിയാൻകുട്ടൻ പാടാൻ പോവാണ്. പ്രേക്ഷകർ എല്ലാരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ റിയാന് വോട്ട് ചെയ്യാ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് റിയാൻകുട്ടാ.
ദിവസവും ഓരോ പുഷ്പവിമാനം. എന്തൊരു ദാഹം, എന്തൊരു വേഗം, എന്തൊരു ദാഹം, എന്തൊരു വേഗം, എന്തൊരു മധുരം, എന്തൊരു ഉന്മാദം. ഇരു ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ. ഇഷ്ടവസന്തത്തടങ്ങളിൽ എത്തിയിണയരയന്നങ്ങൾ. ഇരു ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ. ഇഷ്ടവസന്തത്തടങ്ങളിൽ എത്തിയിണയരയന്നങ്ങൾ. കൊക്കുകൾ ചേർത്തു, ചിറകുകൾ ചേർത്തു, കോമളകോജനഗാനമുതിർത്തു. ആഹാ 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 വെരി ഗുഡ് വെരി ബ്യൂട്ടിഫുൾ ഗുഡ് യൂനപ്പ താങ്ക് യു സാർ. പ്രിയാങ്കുട്ടാ എന്തോ സാർ? മിടുക്കനായിട്ട് പാടി. താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. നൈസ് നൈസ്. ഓക്കെ ഭൂരിഭാഗവും നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് പാടിയത് കേട്ടോ. ഓക്കെ സാർ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു മാത്രം. ആ നോട്ട്സിന്റെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങള് ആ കേട്ടോ, അതൊക്കെയാണ് ഉണ്ടായത് കേട്ടോ. ആ ഫസ്റ്റ് പല്ലവി ഉഗ്രനായിരുന്നു. ഓക്കെ. അനുപല്ലവിയുടെ തുടക്കത്തിലെ ലൈൻ ഓരോ ആ ഞാൻ അറിഞ്ഞായിരുന്നു. അറിഞ്ഞായിരുന്നല്ലേ? ആ നിമിഷം. ഓക്കെ, അത് പിന്നെ ഓരോ ദിവസവും. ആ പിന്നെ തുണ്ടുപല്ലവിയിൽ വന്ന ഇരുഹൃദയങ്ങളിൽ ആ അതിന്റെ സംഗതി ആ ഇരുഹൃദയങ്ങളിൽ യങ്ങളിൽ ആ പാടിയേ. ഇരുഹൃദയങ്ങളിൽ. ആ യെസ് കിട്ടിയല്ലോ. വന്നു. ആ അത് ഇടക്കിടക്ക് വരും, ഇടക്കിടക്ക് വരില്ല എന്നുള്ളത്. അയ്യോ അങ്ങനെയാണല്ലേ. യെസ് അത്. പിന്നെ ഇണയരയന്നങ്ങൾ. ഇണയരയന്നങ്ങൾ. ഈ ഇണയരയന്നങ്ങൾ. യെസ് അതൊക്കെയാണ്. പിന്നെ ചരണം വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ സാർ. ചരണം സൂപ്പർ ആയിരുന്നു. അത് ഞാൻ Thank you, sir. ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഇനി എം ജെങ്കിലും ആരിജിയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ചരണത്തിൽ എനിക്ക് പ്രശ്നം തോന്നിയില്ല, നന്നായിട്ട് തോന്നി, വളരെ നന്നായിട്ട് തോന്നി കേട്ടോ. Thank you, sir. നന്നായിട്ട് തോന്നി. നീളെ പറന്നു പാറി പ്രണയകബോധങ്ങൾ തമ്മിൽ പുൽകി കേളികളാടി കരുണമരാളങ്ങൾ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ സാർ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. പിന്നെ റിയാങ്കുട്ടനല്ലേ, മിടുക്കനല്ലേ അല്ലേ? അതെ അതെ. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ. റിയാങ്കുട്ടന്റെ എക്സ്പ്രഷൻസിന്റെ ആരാധകനാണ് ഞാൻ താങ്ക് യു സാർ. കേട്ടോ. ആ. അതിൽ ഓരോന്നിലും ഓരോ നോട്ടിലും ആ നോട്ടിനെ അനുഭവമായിട്ട് കൊണ്ടുവരുന്നുണ്ട് റിയാൻകുട്ടൻ. അത് വളരെ അത് അത്രയ്ക്ക് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകമുള്ള അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റിയാൻകുട്ടൻ ഒരു നല്ല മ്യൂസീഷ്യൻ ആവാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്ക് യു സാർ. കേട്ടോ. ആദ്യം തുടങ്ങിയപ്പോ തന്നെ ഒന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ
എത്തി ഇണയരന്നങ്ങൾ. അത് പാടില്ലേ? ആ എത്തിയിൽ കൊടുത്ത ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് സബ്ലൈം ആയിരുന്നു. താങ്ക് യു സാർ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്തത്തടങ്ങളിൽ എത്തിയിണയരയന്നങ്ങൾ. അവരിവിടെ എത്തും. ആ അരയന്നങ്ങൾ എവിടെയാണെങ്കിലും, അതെ, ഏതങ്ങനെ ആർട്ടിക് സർക്കിളിലാണെങ്കിലും ഇവിടെ എത്തും കേട്ടോ. താങ്ക് യു സാർ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഭാഗം എന്ന് പറയുന്നത് രണ്ട് ചരണത്തിന്റെ അവസാനം എന്തൊരു ദാഹം, അതുപോലെ ഒരേ വികാരം ഒരേ വിചാരം, ഈ രണ്ട് പോർഷൻസും റിയാൻകുട്ടൻ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. അത് പ്രത്യേകം ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പ്രണയ കപോതങ്ങൾ ഇല്ലേ? അത് കൊള്ളായിരുന്നു. പറന്നു പാറി എന്നുള്ളടത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ തോന്നി. വെണ്ണിൽ നീളെ പറന്നു പാറി, അത് പഠിക്കേ. അവിടെ ശ്രുതി ചേരാത്താണെന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രണയ കപോതങ്ങൾ ഇല്ലേ? കപോതം എന്ന് പറഞ്ഞ എന്താ? പ്രാവുകൾ. കിളികൾ എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പൊ പ്രണയ ഇവിടെ മാടപ്രാവാണ്. ശരി, മാടപ്രാവ്. ആ പ്രാവാണ് ഈ പ്രാവ്. ഓക്കെ. അപ്പൊ ആ പ്രണയ കപോതങ്ങൾ നന്നായിരുന്നു. പിന്നെ കേളികളാടി, അവിടെയും ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്താണ് ആ തമ്മിൽ പുൽകി പാടിയെ? കേളികളാടി തരുണമരാളങ്ങൾ. ഇപ്പൊ ബെറ്റർ ആണ് കേട്ടോ. ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിന്റെ മെലഡിക് ആ രാഗത്തിന്റെയും ഒക്കെ വൈബ്രേഷൻസ് നന്നായിട്ട് വന്നു. ആ കോമള കൂജന ഗാനമുതിർത്തു. ഈ ഗാനമുതിർത്തു എന്നുള്ള അവിടുത്തെ സംഗതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ഇപ്പൊ റിയാൻകുട്ടൻ പഠിച്ചതാണ് പാടിയിരിക്കുന്നത്. റെക്കോർഡിൽ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ലേ സാറേ, അത് ഞാനും അങ്ങനെ തന്നെയാ കേട്ടെ. ഞാനും അങ്ങനെ തന്നെയാ പാടിയ. ഇപ്പൊ വൈശാഖ് സാർ പറഞ്ഞതാ ഇങ്ങനെ പിടിച്ചോന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഏകദേശം ഒരു പിടി പിടിക്കാൻ പറ്റൂ. കാരണം കൃത്യം നോട്ട് നമുക്ക് അങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉടനെ ഞാനും അതുകൂടെ അവിടെ ഒരു വാദസംവാദത്തിൽ ഏർപ്പെട്ടു. ഞാൻ സമ്മതിച്ചില്ല. രാക്ഷസന്മാരാണോ? ചിരി കേട്ടിട്ട് റിയാൻകുട്ടൻ അങ്ങനെ തോന്നുന്നു. അതിനെപ്പറ്റി രണ്ട് ഗടികൾക്കും രണ്ട് അഭിപ്രായമാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. റിയാൻകുട്ടൻ പാടിയത് ആണ് സംഭവം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സാർ. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ കേട്ടോ. മിടുക്കനായിട്ട് പാടി. റിയാൻകുട്ടന് പറ്റിയൊരു പാട്ട്. ഇത് ഗ്രൂമേഴ്സ് സെലക്ട് ചെയ്തതാ. അത് പറ്റിയൊരു പാട്ട്, നല്ലൊരു സെലക്ഷൻ, കറക്റ്റ് റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. എനിക്ക് ഇപ്പം MJ സാറും ചേട്ടനും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് ഇന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം പറയാം. എന്താ? ഓരോ സെന്റൻസിന്റെ അവസാനം ചെറിയൊരു വിബ്രാറ്റോ വരും, ചെറുത്. അത് ഭയങ്കര രസമായിട്ടാണ് റിയാൻകുട്ടൻ അത് പാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹസ്കിയാണ്. എസ്പെഷ്യലി ആ എത്തി എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ വന്നില്ലേ, അത് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്കും എന്താ പറയാ, വളരെ ഹസ്കി ആയിട്ട് നിർത്തേണ്ട സമയത്താണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളതാ. ആ നിൽക്കുന്ന ആ ടൈമിംഗ് ഇല്ലേ, അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു ചേച്ചി. ഇന്ന് ഏറ്റവും ഞാൻ ഇന്ന് റിയാൻകുട്ടന്റെ പാട്ടിൽ ശ്രദ്ധിച്ചത് അതാണ് കേട്ടോ. ബാക്കിയൊക്കെ മിടുക്കനായിട്ട് പാടി, എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ പല്ലവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു എത്തി പാടിയത് സോ ബ്യൂട്ടിഫുൾ. മിടുക്കനാണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. മധു, രവീന്ദ്ര മാസ്റ്ററുടെ 2-3 പാട്ടുകൾ തീർച്ചയായിട്ടും ഒരു മുത്തുമാല പോലെ പോരട്ടെ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാരോ മകളെ ശ്യാമവർണ്ണൻ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാരോ മകളെ
പൂമകളിൽ ശ്യാമവർണ്ണൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ ദീപം കണ്ണിരലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഇരു ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയണയങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമള കൂജനഗാനമുതിർത്തു ഒരാഘോഷമായി. അപ്പൊ റിയാൻ കുട്ടാ, എന്തോ സാർ? ഇന്ന് റിയാൻ കുട്ടൻ കരസ്ഥമാക്കിയിരിക്കുന്ന മാർക്ക് ആ 98 out of 100. താങ്ക് യു സാർ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ പറയാൻകുട്ട എന്തോ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പോവാം. ടാറ്റ പറഞ്ഞു. ടാറ്റ. Bye bye. Good night. Good night. ബൈ. ഗുഡ് നൈറ്റ്. മധു അങ്കിൾ, ഓ ഇനി നമ്മുടെ ഡിബേറ്റ് റൗണ്ടാ വരുന്നത്. ഡിബേറ്റില് നമുക്ക് വീണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ഫാൻസ് വരാൻ പോകുന്ന ഒരു ഡിബേറ്റ് പെർഫോമൻസ് ആയിരിക്കും ഇത്. കുഞ്ഞാറ്റക്കിളി. ആ കുഞ്ഞാറ്റക്കിളിയും നമ്മുടെ എസ്തർ കുട്ടിയും കൂടെയുള്ള പെർഫോമൻസ് ആണ്. രണ്ടുപേരും നമ്മുടെ സൂപ്പർ ഡൂപ്പർ ആൾക്കാരാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്തർ കുട്ടി ആൻഡ് കുഞ്ഞാറ്റക്കിളി ഓൺ സ്റ്റേജ്. അമ്പടാ ഇനി കുറച്ച് സമയം നോക്കണം നിങ്ങളെ. ഇതെന്താ ഇത്? എന്താ ഒരു തിളക്കം? കോംബോ കണ്ടോ അല്ലേ? എന്താ സ്റ്റൈല്? രണ്ട് ഗുണ്ടകളാണോ? അതെ. ഒരു സംശയമുണ്ട്. ആ, ഇരിക്കട്ടെ എന്ന്. ഇടിക്കട്ടെ എന്ന്. ഇടിക്കാനോ? ആ. അയ്യോ ഇതെങ്ങനെ ഇത്ര മക്കളെ, ഞാൻ പാവല്ലേ? പാവണെന്ന് പറഞ്ഞൊരു കാര്യം തന്നെ, ഞാൻ ഗുണ്ടയാണ്, ഞങ്ങൾ ഇടിക്കും കേട്ടോ. അയ്യോ സംസാരം കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. പാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ ഇടിക്കും കേട്ടോ. ഞങ്ങൾ ഇരിക്കും കേട്ടോ. ഇതായിരിക്കും രാജു കാ ബച്പൻ കി ആംബിഷൻ. രാജുവിന്റെ ചെറുപ്പത്തിലെ ആംബിഷൻ. ഉസ്കെ പിതാ കെ തരഹ് എന്റെ അച്ഛനെ പോലെ മൻസൂർ ഗുണ്ട ബനന था. ഗുണ്ടയാവണമെന്നായിരുന്നു. അല്ല രാജു ആരേ രാജുമോൻ? രാധേ രാജു അല്ല ഇത്. മൻസൂർ ആരാ? നമ്മക്കൊന്നും അറിയാത്ത ഏതോ അധോലോകത്തെ പറ്റിയാണ്. രാജുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചിലെ തൊട്ട് ബച്പൻ സേ എന്താ വെച്ചാ അച്ഛനെ പോലെ ഒരു മൻസൂർ ഗുണ്ട ബന്ന, ഒരു ഉഗ്രൻ ഗുണ്ടയാവുക എന്നുള്ളതാണ് രാജുവിന്റെ ആഗ്രഹം. ഇത് കിങ് ഓഫ് കൊത്തയല്ലേ? അതിലെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സിനിമയുടെ. അങ്ങനെ ആയിരുന്നോ? അയ്യോ സിനിമയൊക്കെ കാണണം കേട്ടാ. ഞങ്ങള് കണ്ടതാ. എന്ന് പറഞ്ഞ രാജുമോനെയൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്നു ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ആ കംപ്ലീറ്റ് ഡയലോഗ്. രാജാവിന്റെ മകനില്ലേ രാജമോഹൻ? ആ, നമ്മൾ പല രാജമോനെ പറ്റി ചിന്തിക്കും. ലാലേട്ടന്റെ സിനിമയിലില്ലേ? അപ്പൊ ഏതാ പാട്ട്? കലാപക്കാര. കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മ്യൂസിക് കമ്പോസറാണ് ജിഗ്സ് ബിജോയ്. ഈസ് വെരി വെരി ഗുഡ്. അടിപൊളി. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ്. ഒരുപാട് കമേഴ്ഷ്യൽ ഹിറ്റ്സ് ഉണ്ട്, അതുപോലെ മ്യൂസിക്കൽസ് ആണ്. അതിന് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ആണ് അല്ലെ ജിഗ്സ്? ഹായ് ജിഗ്സ്, ഓൾവേസ് പ്രൗഡ് ഓഫ് യു. അപ്പൊ നമുക്ക് കലാപക്കാരനിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ കോസ്റ്റ്യൂം എവിടെന്നാ? അതെ, ഒരുപോലെ ഒരുപോലെ നല്ല രസമായിട്ട്
നമ്മുടെ ചാലക്കുടി. ചാലക്കുടി. Yes. ചാലക്കുടി. ശരി, അപ്പൊ എസ്തറിന്റെ അമ്മയായിരിക്കും. യെസ്. തയ്പ്പിച്ചോ അപ്പൊ? ഓ അടിപൊളി. എല്ലാം ഒരുപോലെ മൊത്തത്തില് കമ്മലും മാലയും ചാലക്കുടി ഈ ചന്തയിൽ സാധനം നല്ല ഇഷ്ടായി. ചാലക്കുടി ചന്തന്നാണോ കുഞ്ഞാറ്റെ? അതെ അതെ. എന്നാ പാട്ട് കേൾക്കാം അല്ലേ? അതാ നല്ലത്. അപ്പൊ രണ്ടുപേരും ഡ്യുവറ്റ് പാടാൻ പോവാണ്. QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കുഞ്ഞാറ്റയ്ക്കും എസ്തർ കുട്ടിക്കും വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. All the best. Thank you. ഗുണ്ടാസ്. കൊട്ടയിടത്തെ കൊട്ടപ്പഴത്തെ ഒത്തുപോലെ കൊട്ടുവരില്ല വാ നീ വരികയാ കട്ടായം ഞങ്ങൾ എതിരട മൊത്തവും കൊണ്ടുന്ന കൂട്ടര മൊട്ടാ നോക്കിനി നാട്ടിമയ അസുര നിരാവണ അരിശ കൂട്ട മത്തുവന രാക്ഷസരാട പത്തുതല വീര പത്തനാടി ശൗര്യ കുട്ടുമട കാത്തൊരു വീര കേസെന്തോരം ചുമ്മാതെ നാടും കണ്ടോര അടിമുടി ചൂടന്മാര കൊലവരയുള്ളോര തോക്കിലേലും കയ്യൊക്കിൻ തന്റെ ഇടം കണ്ടോട നടപടിയില്ലാത്തോര ഉടനടിയിട്ടോര കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കഠാര കേറ്റും നോക്കാതിടം വലം ഈ ഒരു ഗതിരാങ്ങുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാ അസുര നിരാവണ അരിശ കൂട്ടാണട മത്തുവന രാക്ഷസരാട പത്തുതല വീരാണട പത്തനാടി ശൗര്യ മുട്ടുമട കാത്തൊരു വീരാണട കാടനോ ഓമാടനോ തീക്കളിക്കേറിയ കാലനോ ഞാനൊരു കൈ ചൂണ്ടിയ താനിനി മാറിടും ചാരമാ കുടഞ്ഞെടുക്കാൻ വന്നാലോ തിരിഞ്ഞു കൊത്താൻ ആളുണ്ടേ കോപച്ചൂടോ വേഗത്തിൻ ചോരില്ലേ ഇളന്ത് പെണ്ണിന് മുന്നാലെ വിളറി നിക്കണൊരാണല്ലേ ഭാഷിക്കാരോടില്ലേ പണ്ടേ നാട്ടിലങ്ങനെ കേട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാര പെണ്ണിൻ മൂക്കി നറ്റത്തെ കാറ്റടിച്ചപ്പോ വീണ കൂടാരം ഉയരു നിറയെ ഉടലു നിറയെ പടരുമുടനെ കുളിരോ ഉശിരോ കനവോ പടരും കനലോ കലരുമൊടുവിലൊരുകി ഞാൻ കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തടങ്കിലാക്കും ഞാനോ നിരന്തരം തിരാന്തുമൂടിൽ പോലും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോരുന്നോ കലാപക്കാര ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കഠാര കേറ്റും നോക്കാതിടം വലം പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം അടിപൊളി. നമ്മൾ ഓളം വെക്കാൻ വന്നതാണ് ലാസ്റ്റ്. ആദ്യം പറയാനുള്ള വാക്ക് മസ്ത്.
രണ്ടാമത് പറയാനുള്ള വാക്ക് ജബർദസ്ത്. മൂന്നാമത് പറയാനുള്ള വാക്ക് ബിന്ദാസ്. നാട്ടിലങ്ങനെ കേട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരം പെണ്ണിൻ മൂക്കിനറ്റത്തെ കാറ്റടിച്ചപ്പോ വീണ കൂടാരം. ക്യാ ബാത് ഹൈ. അർത്ഥം എന്താണെന്നറിയില്ല. മനസ്സിലായല്ലേ? കുളിരോ ഉശിരോ കനവോ പടരും കനലോ കലരും ഒടുവിൽ ഉരുകി ഒഴുകി ഞാൻ. വേറെ വാക്കുകൂടെ പറയാം. ചക്കാസ്. നെക്സ്റ്റ് ലെവലായിരുന്നില്ലേ? സൂപ്പർ. അതെ അടിപൊളിയായിരുന്നു. അതെ 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 പൊളിച്ച് കാസർഗി അടിപൊളി. ഒരു ഗുണ്ടാ വിളയാട്ടം. രണ്ടുപേരും അങ്ങോട്ട് കൂടി മത്സരിച്ചാ പാടി. മത്സരിച്ച് പാടി. കറക്റ്റ്. അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നില്ലേ? എന്നിട്ട് ഒരൊറ്റ അലക്കല്ലേ? കൊതയിടത്തെ ഒറ്റപ്പഴുതേ ഒത്തുപോയിടേ കൊതിവരില്ല വാ വീട്ടിനി വരികയാ കട്ടായം ഞങ്ങൾ എതിരട മൊത്തൂർകൊണ്ടുന്ന കൂട്ടര മൊട്ടാ മൂക്കിനി നടിമയാ. പിന്നെ ഡാൻസോ എന്നും അടിപൊളി ഡാൻസ്. സൂപ്പർ ഡാൻസ്. നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു ഗ്രേസ്ഫുൾ ആയിരുന്നു. പക്ഷെ അതേസമയം കോമ്പറ്റീറ്റീവ് ആയിട്ടും തോന്നി. അതെ രണ്ടുപേരും. ഡാൻസിലും കോമ്പറ്റീഷൻ പാട്ടിലും കോമ്പറ്റീഷൻ. പാട്ടിലും competition. നിങ്ങൾ കൊള്ളാല ആൾക്കാരെ. നല്ല സ്റ്റെപ്പ് ആയിരുന്നു എല്ലാം. നല്ല സ്റ്റെപ്സ് ആയിരുന്നു. മധുവിനെ ആര്യയുടെയും കൂടെ ഡാൻസ് സ്റ്റെപ്സ് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് വേണേ ഒന്നുകൂടെ കളിക്കാം. ലാസ്റ്റ് ഭാഗം അത് പാടോ നന്നായിരിക്കും. പാടോ. എല്ലാരും പല പല സ്റ്റെപ്സ് ആവും. അത് അത് ശരിയാ. കുഴപ്പമില്ല. ഇവരെ നോക്കി കളിക്കാം. നിങ്ങളെ സ്റ്റെപ്പ് എടുത്ത് നമ്മളെ നോക്കി കളിക്കാം. ആ ഇവര് കളിക്കാത്തൊരു സാധനം ഉണ്ട്. പുറത്തു വിടാത്തൊരു സാധനം ഉണ്ട്. അതെന്താ നിങ്ങള് അത് കളിച്ചില്ല. ഒറിജിനൽ സ്റ്റെപ്പ്. അതാ അത് Step കളിക്കേ. ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ അത് ചെയ്യാം. ആ സ്റ്റെപ്പിന്റെ ഇടയ്ക്ക് എനിക്ക് കണ്ണട വെക്കണം. അതാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു സ്റ്റെപ്പ് അല്ലേ? ഏകദേശം എങ്ങനെയായിരുന്നു? എനിക്ക് മനസ്സിലായി. അതെങ്ങനെയാ? അതെങ്ങനെയാ അത്? കലാപക്കാര ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം. നമ്മളായിട്ട് വേറെ സ്റ്റെപ്പ് കളിക്കാൻ പോകുന്നത്. കലക്കി കലക്കി. ലാ ജവാബ്. അയ്യോ, ഇതാണോ മിസ്സാക്കിയ സ്റ്റെപ്പ്? മാസായിരുന്നല്ലേ? അതെ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. രണ്ടുപേരുടെ ശബ്ദം പിന്നെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ആ അതാണ് ഇതിന്റെ പാട്ട് ഇന്ന് പാടിയതിൽ ഏറ്റവും രസം. എസ്പെഷ്യലി ആ ഹാർമണി പാടിയില്ലേ? ഹാർമണീസ് പാടിയപ്പോഴത്തേക്കും ശരിക്കും രണ്ടുപേരുടെയും ശബ്ദം ബാലൻസ് ആയി യെസ് യെസ് യെസ്. ഒരുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. രണ്ടുപേരുടെയും നല്ല ബോൾഡ് ആയിട്ട് നല്ല തെളിഞ്ഞ ശബ്ദമായിരുന്നു. ഉയിരു നിറയെ ഉടലു നിറയെ ഇളകി മറിയെ പടരുമുടനെ വെറുതെ വെറുതെ കുളിരോ ഉശിരോ കനവോ പടരും കനലോ കലരും ഒടുവിൽ ഉരുകി ഒഴുകി ഞാൻ. കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തടങ്കിലാക്കും ഞാനോ നിരന്തരം. ഗുണ്ടസ് രണ്ടുപേരും വളരെ സോളിഡ് ആയിരുന്നു. സോളിഡ്. താങ്ക് യു. ഇതിന്റെ കൊറിയോഗ്രാഫി ആരാണ്? എന്റെ അമ്മേന്റെ അനിയത്തി. അമ്മയുടെ അനിയത്തിയോ? അമ്മയുടെ അനിയത്തിയും തുടങ്ങിയോ? അത് ശരി. അമ്മയുടെ അനിയത്തിയോടെ വന്നിട്ടുണ്ടോ? അനിയത്തി തുടങ്ങിയോ? കൊറിയോഗ്രാഫി ചെയ്യുന്നത് മറ്റേ ആണോ? അതെ. ഫ്ലെമിംഗോ സ്റ്റെപ്പ്. ആ ഈ സാധനം. അപ്പൊ ഈ അമ്മയുടെ അനിയത്തി എവിടെ വന്നാ പഠിപ്പിച്ചേ? വെച്ചിട്ട് അവിടേക്ക് വന്നോ? പഠിപ്പിക്കാൻ വേണ്ടി അവിടെ വരാം. എസ്തറിന്റെ കൂടെ വെറുതെ വന്നപ്പോ പഠിപ്പിച്ചു. ചേർന്നു. ടൈം പാസിന്. ഓ ചുമ്മാ വന്നപ്പോ ഞാൻ പഠിപ്പിച്ചിട്ട് അങ്ങ് പോയി. ഇത് എത്ര കൊറിയോഗ്രാഫേഴ്സ് ചേട്ടാ? അപ്പൊ അമ്മയാണോ അനിയത്തിയാണോ നല്ല ഡാൻസർ? അനിയത്തിയാണോ ഡാൻസർ? അനിയത്തിയാണോ? ഓ അനിയത്തിയാണ് ഡാൻസർ എന്ന്. എന്തായാലും കൊള്ളാട്ടെ. നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. നല്ല നല്ല താങ്ക് യു. രണ്ടുപേരും വളരെ നാച്ചുറൽ പെർഫോമൻസ് ആണ്. അതിന് Thank പ്രത്യേകം ആ ഡാൻസ് ചെയ്യുമ്പോഴേ ഗ്രേസ് അതെ നല്ല ഗ്രേസ് ഉണ്ട്. ഒരുപോലെയാണ്. പക്ഷെ എന്നാലും അതിൽ വൈവിധ്യമുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റ ചെയ്യുന്ന പോലെ അല്ല, എസ്തറെ പോലെ അല്ല കുഞ്ഞാറ്റ. അതെ. രണ്ടുപേരെയും പോലെ അല്ല, രണ്ടുപേരും എന്നൊന്നും പറഞ്ഞു. ഒന്നും പറയാനില്ല. ഞാൻ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല. ആദ്യമേ ഒരു അവസാനം വരെ രണ്ടുപേരും
മത്സരിച്ച്. ഞാൻ ഈ പേന ഇനി തൊടാനും ഉദ്ദേശിച്ചില്ല. അയ്യോ അത് വേണം. അങ്ങനെ ഇത് മാസല്ലേ പിന്നെ ഒന്ന് എഴുതാനാ. അയ്യോ ഞാനും തൊട്ടിട്ടില്ല കൈ കൊണ്ട് പേന. യെസ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വരുമ്പോൾ നമ്മൾ നിങ്ങൾക്കായി കരുതുന്നത് എന്താണ് എന്ന് നമുക്ക് എം ജെ ചോദിച്ചു നോക്കാം. കുഞ്ഞാറ്റയ്ക്ക് 90, 90. എസ്തർ കുട്ടിക്ക് 89. 90. 90 തന്നെയാണോ? ആയിക്കോട്ടെ 89. 89. ഇനി അതിന്റെ കൂടെ എത്ര കൂട്ടും എന്നുള്ളതാണ് പരിപാടി. ഓക്കെ 89 പ്ലസ് 11. യെസ്. എത്രയാ? 89 പ്ലസ് 11. 101. പറഞ്ഞോ 99 പറഞ്ഞോ. 99. പറഞ്ഞോ 99 പ്ലസ് 11 ഈക്വൽസ് 99. പറഞ്ഞോ 89 plus 11 equals 99. പറഞ്ഞോ. ശരിയാണോ? ശരിയാണോ? 89 plus 11 equals to 99. 99. No, 100. Thank you, sir. For you and for കുഞ്ഞാച്ച 90 plus 9 plus 1. 100. രണ്ടുപേർക്ക് 100. yes. ഒന്ന് രണ്ട് സ്റ്റാർസ് കൊടുത്തു. 5 star. യെസ്. അപ്പൊ രണ്ടുപേർക്കും 100 out of 100 plus 5 stars. പോരട്ടെ ഒരു മധുരം മഴ. എടുത്തോ, രണ്ടുപേരും എടുത്തോ. സംശയമില്ലല്ലോ, മധുകൾ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദി ഡേ ആണ്. രണ്ട് പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം. അതെ, നിങ്ങളുടെ ഈ പെർഫോമൻസിന്റെ ലഹരിയിലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? നമ്മുടെ കോറസ് അടിപൊളിയായിരുന്നു. അവരുടെ സപ്പോർട്ട് വേറെ ലെവലായിരുന്നു, ഉഗ്രനായിരുന്നു. അതെ, അപ്പൊ അവർക്കൊരു കൈയോട് കൊടുത്തേക്കാം. യെസ്. ഇനി ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലെ? 2 ഗിഫ്റ്റ് ഉണ്ട്. പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. രണ്ടുപേർക്കും കൂടി. പിന്നെ ഇന്നത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാർസിന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. അപ്പുറത്ത് ഇവിടെയുണ്ട്. ഹലോ, ഇവിടെ യെസ്. ഓക്കേ ഓക്കേ. ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ കുഞ്ഞാറ്റ കിളിക്കും പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓ, എണ്ണ കൊണ്ട് പോവാ. എണ്ണ പിടിച്ചിരിക്കുന്ന മതകള് ശക്തിമാൻ തന്നെ. പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം. എന്തോ ഒരു ക്വസ്റ്റ്യൻ. ചോദിച്ചോ. അവനാണ് ഇവിടെ അധികാരി, എല്ലാവരുടെയും മേലാവി. ഇതാരാണ്? അത് ഇവിടുത്തെ ഒരു മായാവിയെ പറ്റിയാണ് അത് പറയുന്നത്. പക്ഷേ അതിപ്പോ വരാൻ പോകുന്ന ആളെ പറ്റിയല്ലേ എം ജെ ഞങ്ങൾ പറഞ്ഞത്. ആ വരാൻ പോകുന്ന ആളെ മധു അങ്കിളിന് ഉറപ്പായിട്ടും മിസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത്രയും ദിവസം മധു അങ്കിൾ കാണാതിരുന്നു. അതിന് എന്തെങ്കിലും പറയുമായിരിക്കും വന്നതിന് ശേഷം. ഓക്കെ, മധു അങ്കിളിന് മനസ്സിലായി അതാരാണെന്ന്. വേറെ ആരുമല്ല, എം ജെ അങ്കിൾ പറഞ്ഞതുപോലെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എല്ലാമായിട്ടുള്ള ഒരാളാണ് വരുന്നത്. അധികാരിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നവനീത് സർ ഓൺ സ്റ്റേജ്. സ്റ്റൈലിലൊക്കെയാണല്ലോ പറഞ്ഞേ. എന്താ റിവേഴ്സ് ഗിയറില് എന്റെ പോലെ തലേ പൗഡർ ഒക്കെ ഇട്ട് വന്നിരിക്കുക. പൗഡർ അല്ല, പിന്നെ അത് തലയില് തൊട്ട് നോക്കിക്കേട്ടാ ഞാൻ. അയ്യോ, അതിങ്ങനെ എന്തോ കിളിക്കൂട് പോലെ ഇരിക്കുക ഇങ്ങനെ. എല്ലാ മാസം പെയിന്റ് അടിക്കോ? ഇല്ല. പിന്നെ എപ്പോഴാ പെയിന്റ് അടിക്കുന്നത്? ഇപ്പൊ പെയിന്റ് അടിച്ചുള്ളൂ. ഇപ്പൊ അടിച്ചിട്ടേ ഉള്ളൂ. ഇത് കുളിച്ചാ പോവും. വേണോ ഇച്ചിരി? വേണ്ടെങ്കി വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള ടീം ഏതാ? പോർച്ചുഗൽ. അവര് ഔട്ടായി പോയില്ലേ? ഫൈനലിൽ വന്നതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? സ്പെയിൻ. എനിക്ക് തോന്നി നമ്മൾ ഒരു ടീം. കഴിഞ്ഞ ദിവസം സ്പെയിൻ ആയതേ ഉള്ളൂ. അവന് ഫുട്ബോൾ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാപ്പി ഹാപ്പി ഹാപ്പി. അത് പാട്ട് കഴിഞ്ഞിട്ട് തരാന്നാ വിചാരിച്ചത്. ഇപ്പൊ തന്നെ തന്നേക്കാം. അയ്യോ, ഇപ്പൊ എന്തെങ്കിലും വരും. നവനീതോട്ടിന് വേണ്ടിയിട്ട് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആള് കൊടുത്തയച്ചതാ. ആരെന്നറിയോ? അദ്ദേഹത്തിന്റെ പേരാണ് മെസ്സി. അവന് സ്പെയിനാ ഇഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ല. യമാല് കൊടുത്താന്ന് പറ. യമാല് കൊണ്ടുവന്നതാ. റൊണാൾഡോനെ ഇഷ്ടം പറഞ്ഞിട്ടില്ലേ ഇതിനു മുമ്പ്?
റൊണാൾഡോ ഇഷ്ടം. ആ പക്ഷെ റൊണാൾഡോക്ക് നവനീതൂറിനെ ഇഷ്ടമല്ല. അല്ല അല്ലേ? മെസ്സിക്ക് ഭയങ്കര ഇഷ്ടം. മെസ്സിക്ക് അപ്പൊ ഇഷ്ടമാ. മെസ്സി മെസ്സേജ് എന്നോട് അയച്ചു. പറഞ്ഞ് നവനീതറിന് ഈ പ്രസന്റ് കൊടുക്കണം. ആ ഓക്കെ. ഇതിപ്പോ ഞാനല്ല പ്രസന്റ്, ഇത് മെസ്സി തന്നാണോ? എടാ റിയലി റിയലി. സർ റിയലി. ഓക്കെ ആ. തരട്ടെ. ആ അർജന്റീന. ഇതെന്ത്? നോക്ക്. എടാ എല്ലാം ഉണ്ട് ഇതില്. ഫുട്ബോൾ ഉണ്ട്, ഷൂ ഉണ്ട്. ഷൂ ദാ ഷൂ ഉണ്ട്. ഈ ബോൾ ബോളിലെ ഉണ്ട്. കാറ്റടിക്കാം. ഓ ഇത് പൊട്ടിച്ചാണിക്കട്ടെ. ആദ്യമായി നമുക്ക് കിട്ടുന്നത് ബോളിൽ കാറ്റടിക്കാനുള്ള യന്ത്രം, ഉപകരണം. പിന്നെ നമുക്ക് കിട്ടുന്നത് ജേഴ്സിയോ? എനിക്ക് തോന്നുന്നു ഇത് ജേഴ്സി ആണെന്ന്. ഓ യെസ്. നോക്കട്ടെ. ഇത് ഇതൊരു ഓ ഇത് ബാക്ക് പാക്ക്. ഈ സാധനം. ഓ മെസ്സിക്ക് എന്തൊരു കരുതല അല്ലേ? അതെ അതെ. ഇത് ഈ ബോളൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള ബാക്ക് പാക്ക്. യെസ്. പിടിക്കേ. താങ്ക് യു. ഓക്കെ ഇനി അടുത്തത്. അർജന്റീന. ഓ എന്നാ മുട്ടിന് വെക്കുന്ന സാധനം. ഓക്കെ അടുത്തത് നമ്മുടെ മെയിൻ അർജന്റീനയുടെ ഫ്ലാഗ് ഉള്ള ഫുട്ബോൾ എഴുതിയും വെച്ചിട്ടുണ്ട്. അർജന്റീന. മെസ്സിക്ക് എന്തൊരു ഇഷ്ടം നോക്കി. അതെ ഇത് കൊടുത്തു വിട്ടതല്ലേ എം ജെ അങ്കിൾ? ടോപ്പ് മാൻ ഒരു നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക്. മെസ്സിക്ക് നമുക്ക് ഒരു താങ്ക്സ് പറയാം. അതെ. താങ്ക് യു മെസ്സി. താങ്ക് യു മെസ്സി അങ്കിൾ. റൊണാൾഡോയിനോട് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അവിടുന്ന് ഗിഫ്റ്റ് കിട്ടാനായിരിക്കും. ഞാൻ അവിടെ വന്നിട്ട് ഞാൻ റൊണാൾഡോയ്ക്ക് ഒരു നല്ല ഗിഫ്റ്റ് തരാം. ഓക്കെ. ഇതൊക്കെ കേട്ടാ മെസ്സി ഞങ്ങൾ തിരിച്ചെടുക്കുക കേട്ടോ. അതെ മെസ്സിക്ക് വിഷമം കേട്ടോ. ഇതൊന്നും പറയാൻ പാടില്ല അങ്ങനെ. ആ മെസ്സി അങ്കിൾക്കും ഞാൻ മേടിക്കാം ഗിഫ്റ്റ്. ഓക്കെ അപ്പൊ മെസ്സി ഞങ്ങൾ ഒരു ഉമ്മ കൊടുത്തേ. മെസ്സി അങ്കിൾ ഒരു നോക്കിയല്ലേ ഇനി ഹാപ്പി അല്ലേ? എന്നാ ബാക്ക് പാക്കിൽ ഇട്ടേക്കാം എല്ലാം. ഓക്കെ ചേട്ടാ റെഡി. ഓക്കെ മക്കളെ. ഓക്കെ ഓൾ ദി ബെസ്റ്റ് നവനീത്. ഉഷാറല്ലേ? അപ്പൊ പഠിക്കട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞാനാണ് ഇവിടുത്തെ അധികാരി. എല്ലാവർക്കും മേലാവി. See, I am Junior MD here. ഞാനാണ് ഇവിടുത്തെ അധികാരി. എല്ലാവർക്കും മേലാവി. ഞാനാണ് ഇവിടുത്തെ അധികാരി. എല്ലാവർക്കും മേലാവി. ശരിയും തെറ്റും കണ്ടറിയും. ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ശരിയും തെറ്റും കണ്ടറിയും. ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. Say good morning. Good morning. Bolo. Bolo. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ കളി കണ്ടില്ലേ? ആടും വരവും നോക്കണ്ടേ? സണ്ണില്ലാസിന് വിലയില്ലേ? ആപ്പീസർക്കും ഷേക്കല്ലേ? സണ്ണില്ലാസിന് വിലയില്ലേ? ഈ ആപ്പീസർക്കും ഷേക്കല്ലേ? സണ്ണില്ലാക്കെന്ത്
ഇവനെ ഒരു ആബ്സല്യൂട്ട് ഷോമാനാണ്. ഈ ഒരു സീസൺ തീരുമ്പോഴത്തേക്കും എന്റെ വൺ ഓഫ് ദ സങ്കടങ്ങൾ എന്ന് പറയുന്നത് രാകേഷേ ഇവനെ അടുത്ത സീസണിൽ കയറ്റിക്കോ. ശരി. പറയുകയാണെങ്കിൽ ശരി. എനിക്ക് മീനുട്ടി ചേച്ചിനെയും മിസ് ചെയ്യാനും ആര്യ ചേച്ചിനെയും മിസ് ചെയ്യാനും എൻജങ്കിളിനെയും മധുവങ്കിളിനെയും ഉണ്ണിയങ്കിളിനെയും ഒക്കെ മിസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സങ്കടാ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാം, ഫുഡ് തന്നാ മതി. ഞാൻ കൊണ്ടുപോകുന്നേ ഇത് കഴിയുമ്പോ. എന്റെ വീട്ടിലോട്ട് വന്നാ ഞാൻ ഫുഡ് തരാം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുവാണ്. പൊറോട്ട, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി എല്ലാം സെറ്റപ്പ്. പിന്നെ ലതാമ്മയുടെ സ്പെഷ്യൽ മീൻ കറി. അതാണ് മെയിൻ. അമ്മൂമ്മക്ക് ഇപ്പഴും പനിയാ. എന്തോ ഇവന്റെ വാക്കും നോക്കും ഒന്നും നമ്പരുത് കേട്ടാ. ആണോ? ഇവൻ പറഞ്ഞില്ലേ വീട്ടില് കാവലിനൊരു നായുണ്ട്, ആ നായയുടെ പേരാണ് എന്തോന്ന്? അങ്ങനെ അവൻ പറഞ്ഞേ ഇല്ല. അതല്ല അതിന്റെ അർത്ഥം എന്ന് വെച്ചാ ഈ കാവലിന് ഒരു നായില്ലേ, അതൊന്ന് പഠിക്കും. മീനാക്ഷി നിന്നോട് നായർ. നായരാര്? ഭർത്താവ്. ഭർത്താവാരാ? ഞാൻ. അതെപ്പോ കല്യാണം കഴിച്ചു? എന്റെ കല്യാണം കഴിഞ്ഞു. നമ്മള് കല്യാണം കഴിച്ചതാണ് നമ്മള്. അത് ശരിയാ, അത് ഓർക്കുന്നില്ലേ? ഞങ്ങൾ കല്യാണം കഴിച്ചായിരുന്നു. അപ്പൊ ധ്യാനയോ? അതൊക്കെ വേറെ ചുമ്മാ. ഞാനിപ്പൊ ബെസ്റ്റി ആയിട്ടാ. യാമി കല്യാണം. എനിക്ക് 2 ഭാര്യകളുണ്ട്. ഒരു ഭാര്യ ഞാൻ, എന്റെ ഏറ്റവും ഭാര്യ മീനാക്ഷി ചേച്ചി. ഓക്കെ ഓക്കെ. അസിസ്റ്റന്റ് ഭാര്യ യാമി. അല്ല, നിനക്ക് ഏത് ഭാര്യയാണ് ഏറ്റവും ഇഷ്ടം? ഓം നമഃ ശിവായ. രണ്ടാമത്തെ ഇഷ്ടം യാമിന്. പുതിയ പുതിയ ആരിനും വേണ്ട. വേണ്ട, ഇവർ രണ്ടും മതി. മതി. ഇനി ഞാൻ കെട്ടാൻ പോണത് ആര്യ ചേച്ചിനെ. ഇനി ആര്യ ചേച്ചി ഞങ്ങളുടെ ടീമിലോട്ട് വാ. അതെ. അപ്പൊ ഇത് രണ്ടാമത്തെ അസിസ്റ്റന്റോ? അല്ല, മൂന്നാമത്തെ അസിസ്റ്റന്റ്. അപ്പൊ ആര്യ ചേച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്യും? ആര്യ ചേച്ചി കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചു. അറിഞ്ഞില്ലായിരുന്നോ? അതറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. സോറി, എന്നാ പറ്റില്ല. എന്റെ ഭർത്താവിന്റെ പേരാണ് അഭിഷേക്. അഭിഷേക് ചേട്ടനാ? ചോദിക്കേണ്ടി വരും അഭിഷേക് ചേട്ടനോട്. സുന്ദരൻ ചേട്ടനല്ലേ? സുന്ദരൻ. സുന്ദരൻ ചേട്ടനാ. അതെ അതെ അതെ. അപ്പൊ പിന്നെ ആര്യ ചേച്ചി വിട്ടേക്ക്. പക്ഷെ ഞാൻ ആര്യ ചേച്ചിനെ മറക്കൂല. എന്തായാലും മറക്കൂല ചേച്ചി. കല്യാണം കഴിക്കുന്നില്ല. പക്ഷെ ഭയങ്കര സങ്കടമായി, ബ്രേക്കപ്പ് ആയി. ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കുക, അതാണ്. പിന്നെയില്ലേ, സുശാന്തങ്ങൾ ഒരു പണിഷ്മെന്റ് കൊടുക്കണം. ഈ സുശാന്തങ്ങളില്ലേ, ഗുഡ് മോർണിംഗിന് പാടുന്ന പാട്ട് ഗുഡ് നൈറ്റിന് പാടിച്ചു. അത് കാരണം ഞാന് ഈ ക്യാൻറ്റീനില് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഈ അങ്കിള് കൈയില്ലാത്ത ബനിയനും ഇട്ടോണ്ട് വന്നപ്പോ ഞാൻ അങ്കിളുടെ മസില് കണ്ടു. നമുക്ക് അങ്കിളിനെ കൊണ്ട് നമുക്ക് 20 പുഷപ്പ് എടുപ്പിച്ചാലോ? നമുക്ക് പണിഷ്മെന്റ് ഒരു ഇടി കൊടുത്താലോ? ഇടി വേണ്ട. 1 2 3 go. ഇനി വേല കയ്യില്ലാതെ എടുക്കുന്നോ? വേണം, പറ്റില്ല കേട്ടോ. പണിഷ്മെന്റ് കിട്ടിയാ പിന്നെ ചെയ്യണം. കയ്യില്ലാത്ത ബനിയൻ ഇട്ടോണ്ട് അത്രയായി. ഇവിടുന്ന് തന്നെ Come on, സുശാന്തേട്ടാ. Okay. Ready? 1 2 3 start. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. സുശാന്തേട്ടാ, പക്ഷെ അത് തീരെ പ്രതീക്ഷയില്ല കേട്ടോ. 16 എടുക്കുന്ന ഞാൻ ഓർത്തിട്ടില്ലേ സുശാന്തേട്ടാ? നമ്മുടെ ഒഫീഷ്യൽ ശക്തിമാൻ തന്നെ ഇത്. അതെ.
അല്ല ആദ്യമായിട്ടാണ് ഒരു മ്യൂസീഷ്യൻ, ഒരു എക്സ്ട്രോണറി മ്യൂസീഷ്യൻ അതെ സ്വന്തമായിട്ട് കായിക ബലം തെളിയിക്കുന്നത്. ജിമ്മിൽ പോയി പുഷപ്പ് എടുക്കുന്ന ആളാ. പക്ഷെ മസിൽ കണ്ടില്ല. അത് കയ്യില്ലാത്ത ബനിയൻ ഇടണം എന്നാലേ പറ്റൂ. അടുത്ത ദിവസം കയ്യില്ലാത്ത ബനിയൻ ഇട്ടുകൊണ്ടുവരണേ. അങ്ങനെ വായിക്കണം. സുഷേ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ശരിക്കും അടിപൊളി ഏറ്റെടുത്ത്. അതെ, ഭയങ്കര അടിപൊളി. അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പുഷപ്പ്? പൊളിച്ചു. ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല സുശാന്തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അയ്യോ അപ്പൊ നമുക്കിനി പുഷ്പൂന്ന് പേരിടാം അല്ലേ? പുഷ്പൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും നല്ല പേരാണ്. ഡിങ്കൻ അല്ല, അതെന്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ പേരാ. അങ്ങനെയൊക്കെ പേരിട്ടുണ്ടോ? ഞാൻ വിളിക്കുന്ന പേരാ. ആണല്ലേ? ഡിങ്കൻ എന്നാണോ പേര്? എന്നാണോ വിളിക്കണേ? അയ്യോ, അപ്പൊ അമ്മൂമ്മ നാഗിനി എന്നാണോ? എല്ലാരും എങ്ങനെ വിളിക്കുക? അച്ഛനെ ഡിങ്കൻ എന്ന് വിളിക്കുന്നേ, അച്ഛമ്മേനെ ആയിരവല്ലി എന്നാ വിളിക്കുന്നേ. ആനന്ദവല്ലി എന്നാ പേര്, അപ്പൊ ആയിരവല്ലി എന്നാ വിളിക്കുക. ഇവിടെ വരുന്ന അമ്മൂമ്മേനെ ലതേന്നാ വിളിക്കുക. അപ്പൂപ്പനെ ബിബി എന്നാ വിളിക്കുക. ബിബി ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസറാ. കൊറേ പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എവിടെയുള്ള ആളാ? ആമ്പലൂരാ. പിന്നെ ആ അപ്പൂപ്പന്റെ ടീച്ചറുടെ പേരെന്താന്നറിയോ? മൂകാംബിക ദേവി. അപ്പൂപ്പന് ടീച്ചറുണ്ടോ? ആ അപ്പൂപ്പന്റെ ടീച്ചറുടെ പേരാണ് മൂകാംബിക ദേവി. അപ്പൂപ്പനെ എന്താ പഠിപ്പിക്കുന്നത്? അപ്പൂപ്പനെ മ്യൂസിക്കൽ രാഗങ്ങള്. ഓ എന്തായാലും പിന്നെ ആ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇത്രയും വലിയ പാട്ട് പാടിയത് ഇവിടെ എന്റെ അടുത്ത് ദേവി ഉള്ളത് കാരണമാണ്. ആണോ? ദേവിന്റെ അടുത്ത്? ആ ഉണ്ട്, ഇതാണ് എന്റെ ദേവി. അവിടെ ഉണ്ടോ? സംശയമില്ലല്ലോ. അല്ലെങ്കിൽ പറ്റോ അല്ലേ ക്യാപ്റ്റൻ? യെസ്, മിടുക്കാ, മിടുക്കാ, സൂപ്പർ മിടുക്കാ. താങ്ക് യു. ഈ വരിയൊക്കെ എങ്ങനെ പഠിച്ചു? അതിന്റെ ഇടയിൽ ഒരു റാപ്പ് പോലത്തെ പാടിയല്ലോ, എന്തായിരുന്നു അത്? 0 ഡിഗ്രിയിൽ 20 കൊല്ലം അങ്ങനെ പാടിയില്ലേ? 0 ഡിഗ്രിയിൽ 20 കൊല്ലം തോക്കും തോട്ടയും മേന്തി എതിർത്തിയിൽ നോക്കിയിരുന്നത് ലാക്കോ പിടിച്ചത് കൊക്കിന് വെടിവെക്കാനല്ല, പല പല വർഷം ദമ്മ് പിടിച്ചത് റമ്മ് കുടിച്ചത് തിന്നു മുടിച്ചത് നാടിന് നന്മയ്ക്ക്. ഈ കാവലിനെ വിടർ നായില്ലേ മീനാക്ഷി? നീ ആ നായി കഴിഞ്ഞിട്ട് ചൂണ്ടാവുള്ളൂ. അല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓ സൂപ്പർ ആയിരുന്നു നവനീത്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് വരും, ഇവിടെ വന്ന് ഇരുന്ന് പാടി, അവിടെ ഇരുന്ന് പാടി, ഇവിടെ അവസാനം MJ സാറിന്റെ കൂടെ ബഹുത്ത് അച്ഛാ എന്ന് പറഞ്ഞിട്ട് പാടി. ഷോമാൻ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അയ്യോ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ആ മൂൺ വാക്കൊക്കെ കറക്റ്റ് ആയിരുന്നല്ലേ? പെർഫെക്റ്റ്. പിന്നെ നല്ല കോസ്റ്റ്യൂം, വെറൈറ്റി അല്ലേ? ആ പാൻസ് ഒക്കെ നോക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെയർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂം. യെസ്, മിടുക്കൻ കേട്ടോ, സൂപ്പർ അല്ലേ മച്ചേട്ടാ? അതെ, കൊള്ളായിരുന്നിട്ട് കലക്കി. എന്തായിരുന്നു പെർഫോമൻസ്? ആ പാന്റ് എനിക്ക് തരുവോ? പാൻസും അതുകൊണ്ട് കേറില്ല. അല്ല, എനിക്ക് ചെസ് കളിക്കാനാ. ചെസ്സാ? എന്റെ വീട്ടില് 2 ചെസ് ബോർഡ് ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം തരാം. ആണോ? എനിക്ക് ഇത് തന്നെ മതി, ഈ പാന്റിൽ മതി, ഈ പാൻസ് മതി. ഈ പാന്റില് ഇടാനുള്ളതാണ്, അല്ലാതെ ചെസ് കളിക്കാനുള്ളതല്ല. അല്ലേ? പക്ഷെ ഇത് കണ്ടില്ലേ? ആ ചെസ് കളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇന്നാ ഞാൻ ഈ മധുവങ്കിള് വീട്ടിൽ വരുമ്പോ ഞാൻ എന്റെ ചെസ് ബോർഡ് സ്വന്തമായിട്ട് തരാം. ആണോ? ചെസ് ബോർഡ് കേട്ടോ, പാന്റ് ഒന്നും വേണ്ട. എന്നാ ശരി, ഓക്കെ, സമ്മതിച്ചു. പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡാൻസ് ഒക്കെ കലക്കി. ആ മൂൺ വാക്ക് എങ്ങനെയൊക്കെ മൂൺ വാക്കൊക്കെ പഠിച്ചത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അറിയില്ല. ആണല്ലേ? പിന്നെ എന്തോ ഗ്ലാസ് നീക്കണ പോലെ, കയറ് വലിക്കണ പോലെ എന്തോ കാണിച്ചല്ലോ. അത് ഞാൻ കാണിച്ചത്. അവിടെ പറയും. ഓ കൊള്ളാലോ. സീൻ തന്നെ ഇത്, അടിപൊളി. ഇപ്പൊ കാണിച്ചപ്പോ ദേവിയുടെ മേത്ത് കൊണ്ടു. ദേവി കാണാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ടു ദേവിയുടെ മേത്ത് കൊണ്ടു. ദേവി ഇങ്ങനെ കാണിച്ചു. മേത്തോട്ട് വീഴാൻ പറ്റില്ല, കാരണം ദേവി
ദേവി ശരിക്കും പറഞ്ഞ ദേവിയുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ നമുക്ക്. ദേവിയുടെ ആത്മാവോ? തൊട്ടാലില്ലേ? ഓക്കെ. ദേവിയൊക്കെ ഡൈനസോർ ഒക്കെ വരുന്നതിന് മുന്നത്തെ കാലത്ത് ആളാണ് ദേവി. ആണോ? മതങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത്രയും പ്രായമുള്ള ആളെ വെറും ദേവി എന്നാ വിളിക്കുന്നത്? അതിനുശേഷം ചെറുപ്പത്തിലുള്ള ദേവിയായിട്ട് ഇവിടെ വന്നിരിക്കുക. അതാണ് ദേവി എന്ന് വിളിക്കുന്നത്. ഇനി ദേവി എങ്ങനെയും കല്യാണം കഴിക്കുവോ? ദേവീനെ എനിക്ക് ഒരു റിയൽ രൂപത്തിൽ കാണണമെന്നുണ്ട്. തീരുമാനിക്കൂ. അങ്ങനെ കഴിക്കണല്ലോ, അതാണ് ചോദിച്ചത്. കാണണം, മതങ്ങൾ നേരിട്ട് കാണണം. കാണാൻ ഇടവരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദേവി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിരുന്നു കേട്ടോ. നല്ല സ്മാർട്ടായിട്ട് ചെയ്തു എല്ലാം. നല്ലൊരു പെർഫോമർ ആവും, സംശയമില്ല. നേരത്തെ പറഞ്ഞില്ലേ, എം ജി ഞങ്ങൾ പറഞ്ഞില്ലേ, എവിടെയെങ്കിലേക്ക് എത്തുന്നു, നല്ല ടോപ്പിലെത്തും. മലയുടെ മുകളിലല്ലാട്ടാ. മലയുടെ മുകളിൽ ഞാൻ കേറൂല. എവറസ്റ്റിന്റെ മുകളിൽ കയറിയ തല ഇറങ്ങുന്ന ആളാണ്. കേറിയിട്ടുണ്ടല്ലേ? ഇപ്പൊ പലവട്ടം കേറിയിട്ടില്ല, ഞാൻ കേറാൻ പോണുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം. അതെ, ഇപ്പൊ മഴ പെയ്യിക്കാൻ പറ്റോ? അപ്പൊ പോരട്ടെ, നവനീതത്തിന് ഒരു മധുര മഴ. എടുത്തോ. 10 1 2 3 4 5 6 7 8 9 10. മൈക്ക് എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ മൈക്ക് അങ്കിളുടെ കൈ കൊടുത്താൽ മതി. ഞാൻ കൊടുക്കണായിരിക്കും അല്ലേ? ബൈ ബൈ. എം ജെ അങ്കിൾ, മധു അങ്കിൾ, ആര്യ ചേച്ചി, നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പ്രീ ക്വാർട്ടർ മത്സരങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള മത്സരങ്ങളായിരുന്നു. ഓരോ ആൾക്കാരും ഒന്നിനൊന്നിന് മെച്ചമായിട്ട് നമുക്ക് എപ്പോഴും തോന്നും. ഓരോ ആൾക്കാർ പാടുമ്പോഴും കഴിഞ്ഞതിനെ കഴിഞ്ഞും ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ്. അതിലേക്ക് ആരൊക്കെ ഉണ്ടാവും നമ്മളോടൊപ്പം എന്നൊക്കെ നമ്മൾ ഇപ്പൊ അറിയാൻ പോവാണ്. ഉറപ്പായിട്ടും പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അങ്ങനെ അവസാനിക്കുമ്പോൾ നമ്മൾ ഫൈനലിലേക്ക് ഇങ്ങനെ അടുക്കാറാവുമ്പോൾ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്തായാലും വേണം. ഇതൊരു മത്സരമായതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെ ഉണ്ടാവും നമ്മളോടൊപ്പം എന്നറിയാനായിട്ട് ഒരു സെലക്ഷൻ പ്രോസസ്സ് ആവശ്യമാണ്. നമ്മൾ ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബസ് യാത്രയായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഈ ബസ് യാത്രയിൽ നിന്ന് ഒരു സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് കുറച്ച് പേര് നമ്മളുടെ അടുത്തുനിന്ന് തൽക്കാലത്തേക്കൊന്ന് ഇറങ്ങി മാറി നിൽക്കണം. പക്ഷെ ബസ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വരും. അവരെല്ലാരെയും കൂട്ടി നമ്മളൊരു ഫാമിലി പോലെ തന്നെ എപ്പോഴും മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ അറിയാൻ പോവാണ് ആരൊക്കെ ആയിരിക്കും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ക്വാർട്ടർ ഫൈനലിലേക്ക് നമ്മളോടൊപ്പം ഉണ്ടാവാന്ന്. ഈ ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇവരുടെ കൂടെ എങ്ങനെ യാത്ര ചെയ്യല്ലേ. അതെ. അപ്പോൾ ഒത്തിരി അങ്ങ് സ്നേഹിക്കുന്നു. അത് നിർത്താൻ പറ്റില്ലല്ലോ, ആ സ്നേഹം നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഘട്ടത്തിൽ നമ്മുടെ ബസ്സിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തൽക്കാലത്തേക്കെങ്കിൽ പോലും നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലും നമുക്ക് കുറച്ച് ഹൃദയഭേദകം തന്നെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരു കോമ്പറ്റീഷനാണ് അൾട്ടിമേറ്റ്ലി. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഘട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ അടുത്ത ക്വാർട്ടർ ഫൈനൽസിൽ ഒരു ഘട്ടം ഉണ്ടാവും, സെമി ഫൈനൽസിൽ ഒരു ഘട്ടം ഉണ്ടാവും, ഫൈനൽസിലെ ഒരു ഘട്ടത്തിൽ അതിന്റെ വിന്നറെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ആ കെമിസ്ട്രിയോട് ചേർന്ന് നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എലിമിനേഷൻ എന്ന് പറയുന്നത്, അത് എനിക്കൊരു സുഖകരമായിട്ടുള്ള ഒരു വിചാരമല്ല, ഒരു എക്സ്പീരിയൻസും അല്ല. ജീവിതത്തിൽ പല പല പ്രാവശ്യങ്ങളിൽ പല ഇടങ്ങളിൽ നിന്നും റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ചിലപ്പോൾ ഞാൻ കരുതുന്നത് ഒരു ആർട്ടിസ്റ്റ് റിജക്ഷനും പഠിക്കണം എന്നാ. അപ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ് കൂടിയായിരിക്കും. കൊച്ചുകുട്ടിക്കാലത്ത് മുതൽ പല സ്ഥലങ്ങളിലുള്ള റിജക്ഷൻസ് ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ യാത്രയെ കൂടുതൽ ബലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ സീറ്റിൽ ഇവിടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മക്കളോട് പറയാനുള്ളത്, ഒത്തിരി 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 സ്നേഹമാണ് എൻ്റെ മക്കൾ. എൻ്റെ ചങ്കാണ് നിങ്ങളെല്ലാവരും. ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഘട്ടത്തിൽ മാറിപ്പോകുന്നു എന്ന് തോന്നുന്നവരെ ആണെങ്കിൽ പോലും അവരെയും എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അവരോടുള്ളത് ഒന്ന് തന്നെ എന്നാണ് എനിക്ക് ഈ സമയത്ത് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
നമ്മൾ ഇത്ര നാളുകളായില്ലേ, ഏകദേശം ഒരു വർഷമായി അതെ. എല്ലാ കുട്ടികളെയും കാണുന്നു, അവരുടെ പാട്ടുകൾ കേൾക്കുന്നു. അപ്പോൾ അവരെല്ലാം നമ്മുടെ ഒരു ഫാമിലിയിൽ പെട്ട അംഗങ്ങളെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലികമായിട്ടാണെങ്കിലും പോകുന്നതെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ട്. ഒരു മത്സരമാകുമ്പോൾ ജയവും തോൽവിയും ഉണ്ടാവും. ആ ഒരാളെ കണ്ടുപിടിക്കാനായിട്ടുള്ള ജേർണി ആയതുകൊണ്ട് അതിനാണല്ലോ ഇത് നടത്തുന്നത്. അപ്പോൾ എന്തായാലും അത് നമ്മൾ പ്രതീക്ഷിക്കുക. എല്ലാവരും അത് പ്രതീക്ഷിക്കണം. അപ്പം എൻ്റെ ജീവിതത്തിലും ഇഷ്ടംപോലെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും എനിക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ചിലതിൽ തോൽവി ഉണ്ടായിട്ടുണ്ട്, ചിലതിൽ ജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുട്ടിക്കാലം മുതൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജീവിതത്തിലേക്ക് നല്ലതാണ്. പിന്നെ തോൽവി ഉണ്ടെങ്കിലാണ് ആ ഒരു വാശിയിലാണ് പിന്നെ ജയം ഉണ്ടാവുള്ളൂ, അല്ലേ? പിന്നെ അതോടുകൂടി നിർത്തി പോകുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വീണ്ടും ശ്രമം, ഒരിക്കലും ഗിവപ്പ് ആവരുത്. വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് ഇവരോടും പറയാനുള്ളത്. എന്തായാലും ഇതുവരെ ഇത്ര നാളുകൊണ്ട് അവർക്ക് വിലപ്പെട്ട പല കാര്യങ്ങളും ഈ ഫ്ലോറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? നല്ല വിലപ്പെട്ട പല കാര്യങ്ങളും പഠിക്കാൻ സാധിച്ചു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പൊ ഈ ക്വാർട്ടർ ഫൈനൽ വരെ നിന്ന കുട്ടികളാണെങ്കിൽ കൂടി ഇതുവരെ എത്തിയല്ലോ, ലോകം മുഴുവൻ അവരെ അറിഞ്ഞല്ലോ, അല്ലേ? അപ്പോൾ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മത്സരമാകുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വിജയെ നമുക്ക് കണ്ടെത്തേണ്ടതാണ്. അതിന്റെ യാത്രയാണിത്, അതെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഒന്നിച്ച് കൂടുന്ന ആൾക്കാർ തന്നെയാണ്. സീസൺ കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ പഴയ ആൾക്കാരെ എല്ലാം വീണ്ടും ഇപ്പൊ തന്നെ നമ്മുടെ കൂടെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഇഷ്ടംപോലെ എല്ലാ സീസണൊന്നും ആൾക്കാരുണ്ട്. അതെ. അപ്പൊ നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. മീനുട്ട, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ജേർണി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ. അപ്പൊ ആ ഒരു ജേർണിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ട് തോന്നുന്നത് എല്ലാവരുടെയും പ്രോഗ്രസ് ആണ്. അപ്പൊ ഈ ജേർണിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ മ്യൂസിക്കലി മാത്രമല്ല, അവരുടെ ക്യാരക്ടറിൽ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ, അവരുടെ ഡിസിപ്ലിനിലൊക്കെ വരുന്ന പ്രോഗ്രസ് ആണ് ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ജേർണി ആയതുകൊണ്ട് നമുക്കിത് ചെയ്തേ പറ്റും. ആരാണോ പോകുന്നത് നമ്മൾ എന്തായാലും മിസ് ചെയ്യില്ല. കാരണം നമ്മളൊരു ഫാമിലിയാണ്, നമ്മൾ ഒരുമിച്ചിട്ട് ഇവിടെ എന്തായാലും ഉണ്ടായിരിക്കുകയും ചെയ്യും. അതെ, ആ ഒരു ട്രസ്റ്റ് എപ്പോഴും വേണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും സംസാരിക്കാൻ മടിയുള്ളവരുണ്ടായിരുന്നു. ഈ കുറെ ഇൻഹിബിഷൻസ് ഉള്ള കുട്ടികളുണ്ട്. അതൊക്കെ ഈ ഒരു ഇത്രയും നാൾ കൊണ്ട് ആ ഒരു ജേർണിയിൽ വരുന്ന ക്യാരക്ടറിൽ വന്നിട്ടുള്ള ഡിഫറൻസ്. ഇപ്പൊ അവർക്ക് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഫുൾ എന്താ പറയാ, ആ ഒരു ആത്മവിശ്വാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ പലരും ഇവിടെ പെർഫോം ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അല്ലേ? കുട്ടികള് വന്ന പോലെ അല്ലല്ലോ, കുറച്ചും കൂടി ധൈര്യമൊക്കെ വന്നു. ധൈര്യം വന്നു. കുറെ ആളുകൾ നമ്മളടുത്ത് ഭയങ്കര നന്നായി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് പാട്ട് പാടുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോ ഇരുന്ന് തൽക്കാലത്തേക്കൊന്ന് ഈ ജേർണിന്ന് മാറി നിൽക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ ജേർണിയിൽ ഇത്രയും നാൾ അവർക്ക് എന്തൊക്കെ കിട്ടി, അവരുടെ ഭയങ്കര ഒരു ബിൽഡപ്പ് അല്ലേ അവിടെ സംഭവിച്ചത്. പാട്ടിലാണെങ്കിലും ക്യാരക്ടറിലായാലും. ഇപ്പൊ നമ്മളെ നോക്കി വെറുതെ ചിരിക്കുന്നത്, ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടാ ചിരിക്കുന്നത്. പണ്ട് നേരത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഇത്രയും അടുത്ത് നിൽക്കുമ്പോ എനിക്കാണല്ലോ ഇവരെ ഭയങ്കര അടുത്ത് കാണുക. അപ്പൊ ചിരിക്കുമ്പോ എല്ലാ ആൾക്കാരുടെയും 2 കവളും കിടന്ന് വിറയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഓർമ്മയുണ്ടാവും. ആ ഫസ്റ്റ് സ്റ്റേജ് മിക്ക ആൾക്കാരും തീരെ പൊടി ആൾക്കാരാണ് അങ്ങനെ അല്ലാണ്ട് അറിഞ്ഞ് ചിരിച്ചോണ്ടുന്നത്. പക്ഷെ എല്ലാവരും 2 കവളിങ്ങനെ വിറയ്ക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ തൊട്ടടുത്തുനിന്ന്. പിന്നെ നല്ല കൂട്ടുകെട്ട് കിട്ടിയില്ലേ? അതെ, ഇത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ ഇതിലിപ്പോ എത്ര പേര് സിംഗേഴ്സ് ആവും, എത്ര പേര് മ്യൂസിക് ഡയറക്ടർ ആവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ കൂട്ടുകെട്ടിലൂടെയാണല്ലോ പല അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഫീൽഡില്. അപ്പൊ അതുപോലെ ഇവർക്കും ഉണ്ടാവട്ടെ. മാത്രമല്ല ഇത്രയും നല്ലൊരു ബാൻഡിന്റെ കൂടെ ഉള്ള ഒരു സപ്പോർട്ട്, അതെ, അതും കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെയാണ്, അവരാണ് ആൾക്കാരുടെ കൂടെ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതാണ് ടേക്ക് അവേ എന്ന് പറയുന്നത്. ഈ ഒരു ഓർക്കസ്ട്രയിൽ പാടാൻ കൊതിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഉറപ്പായിട്ടും നമ്മൾ ഹാപ്പി ആയിരിക്കണം. ഈ സെലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോഴായാലും ഒക്കെ ആർക്കും മനസ്സിലൊരു ബുദ്ധിമുട്ടോ വിഷമോ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് എന്നാ 3 പേരെ സ്റ്റേജിലേക്ക് വിളിക്കാം. എന്നിട്ട് നമുക്ക് അറിയാം ആരൊക്കെയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി ഓൺ സ്റ്റേജ്. പതിനെട്ട് പേരുമായിട്ടുള്ള ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ് സീസൺ 6 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ജേർണിയിൽ ഇന്ന് നമ്മൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ പോവാണ്. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഇത്രയും ദിവസം വളരെ നന്നായി മത്സരിച്ച് എല്ലാവരെയും നമ്മൾ കാണാൻ പോവാണ്. 18 പേരെയും നമുക്കൊന്ന് കാണാം സ്ക്രീനിൽ.
അമൃതകുട്ടി, അനുഷ്ക, റിയാൻ, ദ്വിതി, എസ്തർ റോസ്, പ്രവീൺ, ജനീലിയ, ജഗത് കിഷോർ, ജിത, മൈഥിലി, പാർത്ഥവ്, ആവണി, സാരംഗ്, സാംസോണി, ശ്രിയ, ശിവകാമി, സുഭദ്ര, ദിയ. ഒരുപാട് മിടുക്കന്മാരും മിടുക്കിമാരും ഒക്കെ അടങ്ങുന്ന 18 പേരെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും ക്വാർട്ടർ ഫൈനൽസിലേക്ക് നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് വിസ്താരയിൽ കാണാം. രണ്ട് പേരാണ് ഈ ഘട്ടത്തിൽ നിന്നും തൽക്കാലത്തേക്ക് നമ്മുടെ കൂടെ നിന്നും മാറി നിൽക്കുന്നത്. ഇത് 18 നിന്നും 16 പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ എണ്ണം എന്ന് പറയുന്നത്. MJ അങ്കിൾ, ഈ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു പഴയ ഒരു ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ 1960s ബിഗിനിങ്ങിലാണ് 4 പയ്യന്മാര് ചേർന്നിട്ട് ബീറ്റിൽസ് എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ആ റോക്ക് ബാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആദ്യം ഒരു 10-11 സോങ്സ് ഉണ്ടാക്കിയിട്ട് അത് ഒരു പ്രൊഡ്യൂസറെ കേൾപ്പിച്ചു, ഈ ഡെക്ക റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ കേൾപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഗിറ്റാർ ബാൻഡ്സിന്റെ കാലഘട്ടം കഴിഞ്ഞു, നിങ്ങൾക്ക് ഷോ ബിസിൽ യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അവർ 4 പേരും പിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഒരിക്കലും ബീറ്റിൽസ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ആ റിജക്ഷനിൽ ആ റിജക്ഷനിലും അവർ തിരിച്ചറിഞ്ഞത് എന്താ വെച്ചാൽ, അവർക്കുണ്ട്, അവരുടെ ഉള്ളിലുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും, അതിനുള്ള കാമ്പ് അവർക്കുണ്ട് എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടാണ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ അവരുടെ പേര് എഴുതി വച്ചിരിക്കുന്നത്, ദ ബീറ്റിൽസ് എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടുകളും അത് ജനറേഷൻസിനും അപ്പുറം നിർത്തുന്ന രീതിയിലേക്ക് അവർ എല്ലാ കാലങ്ങളിലും മനുഷ്യന്റെ ഒരു വളർച്ചയിൽ തന്നെ, എവല്യൂഷനിൽ തന്നെ അവരുടെ സംഗീതം ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ചിലപ്പോൾ നമ്മൾ റിജക്ഷൻ നേരിടേണ്ടി വരും. ഇപ്പോൾ ഒരു സിനിമ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് പോയിട്ട് 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഡയറക്ടറിന് അത് ഇഷ്ടപ്പെടാതെ എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ മേലെ ആകാശവും കീഴെ ഭൂമി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കരഞ്ഞു നിന്നത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ പിൽക്കാലത്ത് ആ ഡയറക്ടറുടെ തന്നെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിനെ എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഓരോന്നും നമ്മുടെ ഓരോ പാഠങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജേണി എന്ന് പറയുന്നത്, അത് നേരത്തെ ആര്യക്കുട്ടി പറഞ്ഞ പോലെ ജേണിയാണ് ഇമ്പോർട്ടൻറ്റ്, ഡെസ്റ്റിനേഷൻ അല്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, ആ അനുഭവം, അത് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല, ലോകത്ത് എവിടെയും കിട്ടാൻ പോകുന്നില്ല. അത് ഗ്രൂമിങ്ങിന്റെ കാര്യത്തിലായാലും ഇവിടെ പെർഫോമൻസിന്റെ കാര്യത്തിലായാലും നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഫ്ലവേഴ്സിന്റെ സപ്പോർട്ടിന്റെ കാര്യത്തിലായാലും ഈ ഒരു ടീമിന്റെ കാര്യത്തിലായാലും കാഴ്ചകളിലായാലും നമ്മുടെ പ്രേക്ഷകരുടെ കാര്യത്തിലായാലും വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഇത്രയും അമൂല്യമായിട്ടുള്ള ഒരു അനുഭവ സമ്പത്താണ് ഇവിടെ നിന്ന് 1 വർഷം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും സന്തോഷമായിട്ട് സംഗീതം സന്തോഷം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ജേർണിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്ന 2 പേരെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ അമൃതക്കുട്ടിയും ഒന്ന് സാംസോണിയും ആണ്. അമൃതക്കുട്ടി എപ്പോഴും ഞങ്ങൾക്ക് സുപ്രഭാതം എന്ന് കേട്ട അമൃതക്കുട്ടീനെ ഓർമ്മ വരും അപ്പൊ തന്നെ. എല്ലാവർക്കും സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 2 പേരും നമുക്ക് എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട ആൾക്കാരാണ്. എല്ലാ വിഷസും നേരെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇതെപ്പോഴും തൽക്കാലത്തേക്ക് മാറി നിന്നു എന്ന് അതാണ് മീനുട്ടി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്. തൽക്കാലത്തേക്ക് മാത്രമാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് ഒന്നിച്ച് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നേർന്നുകൊണ്ട് ഇന്ന് തൽക്കാലം നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്വാർട്ടർ ഫൈനൽസ് ആണ്. ഇത്ര നാള് നമ്മൾ ക്വാർട്ടർ ഫൈനൽസ് എന്ന് പറയുന്ന സമയത്ത് അതെങ്ങോ ആയിരുന്നു. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയായിരുന്നു. ഇപ്പൊ അത് അടുത്ത് വന്നിരിക്കുകയാണ്. ഇനി ഫിനാലെയും അങ്ങനെയാണ്. വേഗം ഇപ്പൊ ഇത്രയും സമയം പോയാൽ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഫിനാലെയും അങ്ങനെ അത്ര വേഗമാണ് വരിക. നമ്മുടെ പ്രേക്ഷകരും ഒട്ടും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രേക്ഷകരും നമ്മളെ പോലെ തന്നെ നമ്മളെ കഴിഞ്ഞും കൂടുതൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം. ഇന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന്
തൽക്കാലം ടാറ്റ പറയുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അങ്ങനെ വെറുതെ കാണല്ല, ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ക്വാർട്ടർ ഫൈനലുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.